يا مكة ما أطيبك بشجون همس الهادي. നമുക്ക് യോജിക്കാനുള്ള കാരണത്തിന്റെ അത്ര വിഭജിക്കാനില്ല. യോജിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും സ്വീകരിക്കാതെ ചെറിയ ചെറിയ ഭിന്നിച്ചു പോവാ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റബീഉൽ അവ്വൽ പ്രമാണിച്ച് UAE വാഫി അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇലൽ ഹബീബിന്റെ സീസൺ 2-ലെ 7ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഉള്ളത്. ഈ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇസ്ലാം മദീന എന്ന പ്രദേശത്ത് വളരെ പെട്ടെന്ന് വ്യാപിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് കാര്യമായിട്ട്. അപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ വേണ്ടി ബഹുമാനനായ ഹാഫിദ് സഈദ് അലി വാഫി ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ദുലുമാതിൽ വഹം വഅക്രിംനാ ബിനൂരിൽ ഫഹം وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മദീനയിൽ ഇസ്ലാം ഇത്ര വേഗം വ്യാപിച്ചത് എന്നൊരു 5 കാരണങ്ങൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. കാരണം നമുക്കറിയാവുന്നതുപോലെ മക്കയിൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 10-11 വർഷം കഴിഞ്ഞു. പക്ഷെ മക്കയിലൊന്നുമില്ലാത്ത ഒരു മാറ്റമാണ് മദീനയിലെത്തി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാകുന്നത്. അതിന് പണ്ഡിതന്മാര് പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ഒരു ചരിത്രത്തിന്റെ ഒരു ക്രക്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് മദീനക്കാർ വളരെ ലോലഹൃദയരാണ്. കാരണം മദീനക്കാരുടെ അസ്ല് യമനാണ്. യമൻ നിന്ന് ഒരുപാട് വർഷങ്ങളുടെ മുന്നത്തെ ചരിത്രമാണ്. അവർ യമനിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. യമൻകാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതാക്കും അഹ്ലുൽ യമൻ ഹും അളാഫു ഖുലൂബ വ അറഖു അഫ്ഇദ അൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ. യമൻകാരെ കുറിച്ച് പറയുന്നത് ഹും അളാഫു ഖുലൂഫൻ വ അറഖു അഫ്ഇദ, വളരെ ലോല ഹൃദയരാണ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. നമ്മൾ തന്നെ ചില പ്രദേശത്തുകാരെ കുറിച്ച് പറയാറുണ്ടല്ലോ, അവര് നല്ല ഉഷാറാണ്, അവര് വളരെ കാരുണ്യമുള്ളവരാണ്. എന്നാൽ മറ്റൊരാണെന്നുണ്ടെങ്കിൽ അവരൊരു കരുണയില്ലാത്ത പ്രദേശത്തിന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും. മദീനയിൽ ഇപ്പോഴും അങ്ങനത്തെ. കാരണം നമ്മളെ ഈ സൗദിയിലുള്ള ചില പ്രവാസി സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, മദീനക്കാരുടെ സ്വഭാവവും മക്കക്കാരുടെ സ്വഭാവവും തീർത്തും വ്യത്യസ്തമാണ്. സമദാനി സാഹിബിന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടത് ഓർക്കുന്നുണ്ട്. അല്ലാമ ഇഖ്ബാൽ ഒരു കവിത ഉണ്ട് അത്രേ. ആ കവിതയിൽ പറയുന്നത് മദീനയിലെ പ്രാവുകൾക്ക് പോലും ആ ഒരു വ്യത്യാസം കാണാമെന്നാണ് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവര് മദീനക്കാരെ അത്രയും നല്ലൊരു ലോല ഹൃദയരാണ്. അവർക്കൊരു ഡോഗ്മ, ഒരു ദുർവാശി അതൊന്നുമില്ലായിരുന്നു. കാര്യം ബോധ്യപ്പെട്ടാൽ ഓൺ ദ സ്പോട്ടിൽ അംഗീകരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു മദീനക്കാർക്ക് ഉണ്ടായിരുന്നത്. അതൊരു കാരണമാണ്. അത് ഖുർആൻ അത് പറയുന്നുണ്ട്. ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീന തബവ്വഉ ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാണ്. അതൊക്കെ വല്ലാത്തൊരു മനുഷ്യന് വല്ലാത്തൊരു ക്വാളിറ്റി ആണല്ലോ. ഇങ്ങനത്തെ ഒരുപാട് സ്വഭാവ മഹിമയുള്ളത് കൊണ്ടാണ് അവര് വേഗം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നൊരു, അവർക്ക് മറ്റുള്ള ചിന്ത ഉണ്ടാവില്ല, അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ സ്വീകരിക്കും. അതെ അങ്ങനത്തെ ഒരു പിന്നെ സ്വഭാവ മഹിമ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട്, അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് അവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, യുദ്ധങ്ങൾ. അവിടെ വർഷങ്ങളോളം ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് 120 വർഷത്തോളം അവർക്കിടയിൽ ഈ ഒരു ഔസ് ഹസ്രജ് തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. അതിന് പിന്നെ ഫ്യൂൽ ഒഴിച്ച് കത്തിക്കാനാണെങ്കിൽ ജൂതന്മാർ അവിടെ കൂടെ ഉണ്ടാനും. അപ്പോൾ ഈ ഒരു പേരിൽ അവിടെ വർഷങ്ങളോളം യുദ്ധം നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഒരു യുദ്ധം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യം ആകെ താറുമാറാകും. കുറഞ്ഞൊരു സമയത്തേക്ക് മാത്രം യുദ്ധമാണെങ്കിൽ മുഴുവനും നാമാവശേഷമാകും. അതെ, പ്രശ്നങ്ങളുണ്ടാവും. സാമ്പത്തികമായിട്ട് അവർ പോകും, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും,
അങ്ങനെ അവരുടെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ 120 വർഷം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സമയമാണല്ലോ. അപ്പോൾ അവർക്ക് ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെങ്കിലും ഒരു കൺക്ലൂഷൻ വേണമെന്ന്, ഈ ഒരു മടുത്ത യുദ്ധങ്ങളാൽ നിറഞ്ഞ ഈ ഒരു ജീവിതം അവർക്ക് മടുത്ത് എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം, അതിന് ഇവരെ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് അവസാനിപ്പിക്കുന്ന ഒരു നേതാവോ അതൊക്കെ അവരിങ്ങനെ അവര് തന്നെ ആഗ്രഹം ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് എന്താകുന്നത് ഇസ്ലാം അവരിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ എന്നാൽ ഇസ്ലാം സ്വീകരിക്കാമല്ലോ എന്ന് അവർ വന്നു. മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു ഹദീസ് ഇത് നേരെ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന യൗമു ബുആത്ത് യൗമൻ ഖദ്ദമഹുല്ലാഹു ലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൗമു ബുആത്ത് എന്ന് പറഞ്ഞാൽ ആ യുദ്ധം, അത് ആക്ച്വലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളൊരു ഗിഫ്റ്റാണ്. അഥവാ അതാണ് അതിനുള്ളൊരു സാഹചര്യം ഒരുക്കിയത്. അത് മുഖേന അവർക്ക് തന്നെ ഒരു നേതാവ്, ഇതിനൊക്കെ ഒരു അറുതി വരുത്തുന്ന ഒരു നേതാവ് വേണമെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്നു മദീനക്കാർക്ക്. അപ്പൊ അവര് വേഗം ഈ ഒരു ആദർശം വന്നപ്പോ അവര് നമ്മളെ ഈ അക്കബോടമ്പടിക്ക് മുമ്പ് ഒരു കുറച്ചാളുകൾ 5-6 പേര് വരുന്ന ഒരു സാഹചര്യം ചർച്ച ചെയ്യുന്നു. അവിടെയും അവര് കണ്ടു അവര് അതെ അവരെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലും അവരെന്താക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇത് പിന്നെ വേറൊരാൾ നേതൃത്വത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഇസ്ലാമിനെ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അതെ, അങ്ങനെ അവർ പറയുന്നുണ്ട്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഇങ്ങനെ ഒരു പ്രവാചകൻ വരുമെന്ന കാര്യം അവർ പല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം മക്കക്കാരെ പോലെയല്ല, മക്കക്കാർ അഹ്ലു കിതാബിനെ വസിക്കുന്നവരല്ല, അഥവാ അവരുടെ കൂടെ അഹ്ലു കിതാബില്ല. അവർക്ക് ഇത്തരം വിഷയങ്ങളൊന്നും അറിയില്ല. അവരെന്നെ ഡൗട്ട് പിന്നെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് വന്ന സാഹചര്യമാണ് സൂറത്തുൽ കഹ്ഫിന്റെ ഒക്കെ പിന്നെ അവതരണ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് മദീനക്കാർക്ക് അങ്ങനെയല്ല, അഹ്ലു കിതാബുണ്ട്, ജൂതന്മാരുണ്ട്. അപ്പോൾ ജൂതന്മാരുടെ പക്കല് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. മാത്രമല്ല ഖുർആൻ പറയുന്നത്, വലമ്മാ ജാഅഹും കിതാബുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലൽ ലദീന കഫറു ഫലമ്മാ ജാഅഹും മാ അറഫു കഫറു ബി. ഇങ്ങനെ ഒരു പ്രവാചകന്റെ പേരിൽ അവര് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ജയിക്കുമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രവാചകനെയൊക്കെ അവർക്ക് ആദ്യ പരിചയം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇത് ആ പ്രവാചകൻ എക്സ്പെക്ട് ചെയ്ത ആളാണ്, അതന്നാണ് എന്ന് പറഞ്ഞ അവര് വേഗം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ മാത്രവുമല്ല അവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ജൂതന്മാർ അവര് അഹ്ലു കിതാബാണ്. അപ്പോൾ ഒരു സമാവി ആയിട്ടുള്ള ഒരു മതവും ഒരു വലിയൊരു ആദർശം, ഇസ്ലാമിക ആദർശമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിലുള്ള അത് യഥാർത്ഥ. അപ്പോൾ ഒരു ഇസ്ലാമിക ആദർശക്കുള്ള ഒരു കൂട്ടരാണ്. അപ്പോൾ നമ്മളെടുത്ത് അങ്ങനെയൊന്നുമില്ല എന്നുള്ളൊരു ഒരു വികാരം, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവർക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കും എന്താണ് അതുപോലൊരു നല്ലൊരു ആദർശം ഉണ്ടാകുമെന്നുള്ള ഒരു ബോധ്യം അവരെന്താക്കിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ നാലാമതായിട്ട് ഇസ്ലാം മുഖേന അവർക്ക് ഈ ഒരു ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വർഷങ്ങളുടെ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു യുദ്ധത്തിന് അറുതി വരുത്തി ഒരു യോജിപ്പും രഞ്ജിപ്പും ഇസ്ലാം മുഖേന സാധ്യമാകുമെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആദ്യമായിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന അവർ പറയുന്നുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞതാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന സന്ദർഭത്തിൽ പിന്നെ പറയുന്നുണ്ടല്ലോ, എന്താ, ഞങ്ങൾക്കിടയിൽ താങ്കൾ മുഖേന ഒരു യോജിപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ താങ്കളെക്കാൾ വലിയ മഹത്തരമായിട്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല, താങ്കളെക്കാൾ മഹോന്നതനായിട്ടും ഞങ്ങൾക്കാരും ഉണ്ടാവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അവർക്കിടയിൽ ഒരു യോജിപ്പും രഞ്ജിപ്പും സാധ്യമാണെന്ന് അവർ മനസ്സിലാക്കി. ഇവിടെയൊക്കെ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവാണ്. അവരൊക്കെ ഇസ്ലാം മുഖേന യോജിക്കാനുള്ള ഒരു മാർഗമാണ് നോക്കിയത്. അഥവാ ഇസ്ലാമിനൊരു യോജിപ്പിന്റെ ഒരു എലമെന്റ് ആയിട്ടാണ് അവർ കാണുന്നത്, അല്ലാതെ വിഭജനത്തിനുള്ളതല്ല. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. ഇസ്ലാം നമുക്ക് യോജിക്കാനുള്ള കാരണത്തിന്റെ അത്ര വിഭജിക്കാനില്ല. യോജിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും സ്വീകരിക്കാതെ ചെറിയ ചെറിയ ഭിന്നിച്ചു പോവാ ചെയ്യുന്നത്. ഖുർആൻ തന്നെ ഈ ഒരു വിഷയം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർക്കിടയിൽ ഒരു ഹൃദയത്തിന്റെ ഒരു ഇണക്കമുണ്ടായി. അത് അള്ളാഹുവിന്റെ സഹായം മുഖേനയാണ് ആ ഒരു ഇണക്കമുണ്ടായത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വിചാരിച്ചിരുന്നെങ്കിൽ അത് നടക്കൂലായിരുന്നു. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ
ആ ഒരു ഇണക്കത്തിന്റെ ഒരു കാര്യമാണ്. അവർക്ക് ഇസ്ലാം മുഖേന അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം മുഖേന അവർക്കിടയിൽ ഒരു ഇണക്കവും പൊരുത്തവും ഉണ്ടായി. അതാണ് ശരിക്കും നമുക്ക് ഇസ്ലാം മുഖേന ഉണ്ടാവേണ്ടത്. നമ്മളൊക്കെ മനസ്സിൽ തട്ടിയ വല്ലാത്തൊരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ സല്ലാ സലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാകുമുൽ മുസ്ലിം. അഥവാ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ ആരൊക്കെയാണ് നിസ്കരിക്കുന്നത്, വസ്തഖ്ബല ഖിബ്ലതന നമ്മുടെ ഖിബ്ലയിലേക്ക് അഥവാ കഅബയിലേക്ക് ആരൊക്കെയാണ് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്, വഅകല ദബീഹതന നമ്മൾ അറുത്ത ഭക്ഷണം മാംസം ആരൊക്കെയാണോ കഴിക്കുന്നത്, ഫദാകുമുൽ മുസ്ലിം അവർ മുസ്ലിമാണ്. അഥവാ ഒരു പൊതു മിനിമം ഇതില് നമുക്ക് യോജിക്കാൻ സാധിക്കണം. നമ്മൾക്ക് വിഭജിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷെ അതിലേറെ കാരണങ്ങൾ യോജിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു യോജിപ്പിന്റെ കാരണത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ ഒരു വിഭജനത്തിന്റെ ഇന്ന് അതിന്റെ കാരണം എങ്ങനെയൊക്കെ ചുരുങ്ങുകയും ചെയ്യാണ്. എങ്ങനെയൊക്കെ വിഭജിക്കാൻ സാധിക്കുമോ അതിന്റെ എല്ലാ സാധ്യതകളുമാണ് അന്വേഷിച്ച് നടക്കുന്നത്. ചുരുക്കത്തിൽ അവരൊക്കെ ഇസ്ലാം മുഖേന യോജിക്കാനുള്ള മാർഗങ്ങളാണ് നോക്കിയത്, അല്ലാതെ വിഭജിക്കാനുള്ളതല്ല. അത് നമുക്ക് വലിയൊരു പാഠാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ഇസ്ലാമിക ആദർശം യോജിപ്പിനുള്ള കാരണമാവണം, ഒരിക്കലും വിഭജനത്തിന്റെ വിഭാഗീയതയുടെ കാരണമാവാൻ ഒരിക്കലും പാടില്ല. മാത്രമല്ല ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബിസക്കും ഷിയാ. ഇതിൽ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് ശിക്ഷ വർഷിപ്പിക്കാൻ സാധിക്കുന്നവനാണ്, അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്നും ശിക്ഷ കഴിയുന്നവനാണ്. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നതാണ് അതോട് സമീകരിച്ചാണ്, അതെ അതിനോട് സമീകരിച്ചാണ് പറയുന്നത്. അപ്പോ ഈ ഒരു ഭിന്നിപ്പ് എന്നുള്ളത് അത്രയും വലിയൊരു ശിക്ഷയാണ്, ശിക്ഷ പോലുള്ള ഒരു ശിക്ഷയാണ്. ഈ ഒരു മനസ്സിന്റെ ഒരു യോജിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു ശിക്ഷയായിട്ട് നമ്മൾ കാണും. അതിന് പരിഹാരം എന്താ? അള്ളാഹുവിലേക്ക് അടുക്കുക, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിലേക്ക് അടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വിഭജനത്തിൽ നിന്ന്, ഈ ഒരു വിഭാഗീയ ചിന്തയിൽ നിന്ന് നമുക്ക് മോചിതരാവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു പോയിന്റ്. അത്രയും കാലഘട്ടം തമ്മിലടിച്ചു കഴിഞ്ഞിരുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ യോജിക്കണം, അതിനുള്ളൊരു മാർഗമായി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കാലത്ത് ഉള്ള ആളുകളോട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമുക്ക് ഇസ്ലാമിനെ രഞ്ജിപ്പിന്റെയും യോജിപ്പിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും ഒരു മതമായി നമ്മൾ കാണാൻ കഴിയണം. അല്ലാതെ ഒരു വിഭജനത്തിന്റെ ഒരു മതം, ഒരു അതിന്റെ ഒരു എലമെന്റ് ആയിട്ടല്ല നമ്മൾ അത്. അപ്പോഴേ ആളുകൾക്ക് അക്സെപ്റ്റബിൾ ആകുള്ളൂ. മദീനക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പോലെ ഈ കാലത്ത് ആളുകൾക്കും ഇസ്ലാം ഒരു സ്വീകാര്യോഗ്യമായ ഒരു മതമാവണമെങ്കിൽ ഈ ഒരു വിഭാഗീയ ചിന്ത ഒഴിവാക്കിയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അതാണ് നാലാമത്തത്. അഞ്ചാമത്തത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വിശദീകരിച്ചതുപോലെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇടപെടൽ, സമീപനങ്ങൾ ഭയങ്കര ഡീലിംഗ് ആയിരുന്നു. നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ വേർഷൻ നമ്മൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കൃത്യമായി പറയുകയും ചെയ്തു. അതിന് പ്രാക്ടിക്കൽ വേർഷൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയും ചെയ്തു, നമ്മൾ അത് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ ഇനി അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല തോന്നുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഈ അഞ്ച് അങ്ങനെ വിടുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും പല കോണ്ടെക്സ്റ്റിലും മറ്റ് സഹാബികൾക്ക് ചിലപ്പോൾ അവർക്ക് മാനസികമായി ചില പ്രയാസമുണ്ട്, പക്ഷെ പ്രായത്തിൽ കുറഞ്ഞ ആളുകൾ യുദ്ധത്തിന് പറഞ്ഞേക്കാം. അങ്ങനെ പലപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കി റസൂലുള്ളാഹി അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ന്യായം ഉണ്ടായി. അതൊക്കെ അവിടെ സക്സസ് ആവുകയും ചെയ്തു. അതിന്റെ ഏറ്റവും വലിയ നിദർശനമാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഒരു സെലക്ഷനും അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതൊക്കെ ഇത്രയാണ്. അപ്പൊ അഥവാ 5 കാരണങ്ങൾ. ഒന്ന് മദീനക്കാരുടെ ഒരു പിന്നെ യുദ്ധം മുഖേന അവർക്ക് വല്ലാതെ പ്രയാസമായി. പിന്നെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർ വരുമെന്ന കാര്യം അവർ മദീനയുടെ അവരിൽ നിന്ന് മനസ്സിലാക്കി. പിന്നെ അതുപോലെ തന്നെ ഇസ്ലാം ഒരു യോജിപ്പ്, ഇസ്ലാം മുഖേന അവർക്കിടയിൽ ആ ഒരു വിഭാഗീയത ഒഴിവായി യോജിപ്പ് സാധ്യമാവുമെന്ന് അവർ മനസ്സിലാക്കി. പിന്നെ അഞ്ചാമതായി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിന്റെ ഡിപ്ലോമാറ്റിക് ഡീലിംഗ്. അപ്പൊ 5 വളരെ പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ മദീനക്കാർക്ക് ഇസ്ലാം കൂടുതൽ പെട്ടെന്ന് അവർ ഹൃദയത്തിലേക്ക് വേരോടുവാനുള്ള കാരണങ്ങളായി നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് കൂടി ഓർക്കുക. നമ്മുടെ ഇൻഷാ അല്ലാഹ് കൂടുതൽ ഹിജ്റയുടെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വരുന്ന എപ്പിസോഡുകൾ ചർച്ച ചെയ്യാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകട്ടെ. ആമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. صعب أن تهجر ما سكنا في القلب فذاك جحيم عنا لكن سيهون إذا سكبت في قلبك الله معنا وهنا يكون التغيير حلم يبدأه مسير في ظل الهم الأكبر ما يعظم سيكون صغير وهنا يكون التغيير حلم